താഴ്ന്ന ജാതിയിലെ ഒരു പയ്യനെ കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ട് ഒരു രാത്രി ഈ ഒരു പെണ്ണ് അനുഭവിച്ച ആ ഒരു വേദന അത് എത്രത്തോളാണെന്ന് പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2020 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഭാവി കഥകൾ എന്ന് പറഞ്ഞ സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് 4 ആണ്. അധികം ലാഗ് ആക്കാതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സുമതി ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു പെണ്ണാണ്. പക്ഷെ അവളുടെ അച്ഛൻ അവളെ വീട്ടിൽ ആരെയും പഠിപ്പിക്കാത്ത രീതിയിൽ പുറത്ത് വിട്ട് പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ച് താഴ്ന്ന ജാതിയിലുള്ള ഒരു പയ്യനുമായി അവൾ പ്രണയത്തിലാവുന്നുണ്ട്. വീട്ടുകാരോട് ആരോടും പറയാതെ അവൾ ഒളിച്ചോടി പോവാണ്. ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ സുമതി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടേ ഇല്ല. ഇപ്പൊ അവള് പ്രഗ്നന്റും ആയിരുന്നു. ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കണ്ടിട്ട് അവളുടെ ചേച്ചിയുടെ ഭർത്താവ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. അത് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛനും ഇപ്പൊ ബാംഗ്ലൂർക്ക് അവര് താമസിക്കുന്ന വീട്ടിലേക്ക് അവളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. കയ്യിൽ കുറച്ച് പഴങ്ങളും അവൾക്ക് കഴിക്കാനായി എന്തോ ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് അച്ഛൻ അവിടേക്ക് എത്തുന്നത്. അച്ഛനെ കണ്ടതും സന്തോഷം ഉണ്ടെങ്കിലും സുമതി ആകെ ഷോക്കായി പോവാണ്. അവൾക്ക് അച്ഛൻ അകത്തേക്ക് വിളിക്കണോ അത് കഥ കടയ്ക്കണോ ഒന്നും അറിയാത്തോണ്ട് തന്നെ അവൾ പതുക്കെ കഥ കടയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. അച്ഛൻ ആ വാതിലിൽ കൈവച്ച് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് സുമതിയുടെ ഹസ്ബൻഡ് ഹരി വരുന്നുണ്ട്. അവനാണിപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സുമതിയെ അവൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. ഇപ്പൊ സുമതിയുടെ അച്ഛനും വീട്ടിലേക്ക് കയറി ചുറ്റും നോക്കുമ്പോ തന്റെ മകള് ഏറ്റവും നല്ല ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. അച്ഛനും മകളും ഇപ്പൊ എന്താണ് സംസാരിക്കാന്ന് അറിയാതെ പരസ്പരം നോക്കി നിൽക്കാണ്. ഹരിയാന്ന് വെച്ചാല് അവൻ അധികം നേരം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ വർത്താനം പറയാനുള്ള ആ ഒരു സ്പേസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അവൻ കിച്ചണിലേക്ക് അച്ഛന് വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം സുമതി അച്ഛനും പതുക്കെ പതുക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് എന്റെ മോൾ എന്നോട് പറയാതെ ഈ ഒരു തീരുമാനം എടുത്തത്? നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോട് പറഞ്ഞിട്ടെങ്കിലും പോകായിരുന്നു. ഞാൻ ഇതിന് എതിർക്കോ ഇല്ലെന്ന് നോക്കിയെങ്കിലും ചെയ്യായിരുന്നില്ലേ എന്നെല്ലാം ചോദിക്കാണ്. എന്നാ സുമതി ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അത് സമ്മതിക്കായിരുന്നു എന്ന് ചോദിക്കാണ്. അതിന്റെ അച്ഛന്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. നാട്ടിൽ ഇതുപോലെ ഒരു പെണ്ണ് വേറെ താഴ്ന്ന ജാതിയിലുള്ള ഒരാളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ശിക്ഷ വിധിച്ചത് ഈ അച്ഛനായിരുന്നു. അവിടെ അന്ന് ആ ഒരു പെണ്ണിനെ അങ്ങനെയെല്ലാം ചെയ്യുമ്പോ അച്ഛൻ നോക്കി നിൽക്കല്ലാതെ എതിർത്തൊന്നും പറഞ്ഞില്ല. അങ്ങനത്തെ അച്ഛൻ എന്റെ ബന്ധം അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് സുമതി പറയുന്നുണ്ട്. ഇപ്പൊ സുമതിക്ക് മനസ്സിലാവാണ് താൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കണ്ടിട്ടാണ് അച്ഛൻ ഇപ്പോ ഇവിടെ വന്നേക്കുന്നതെന്ന്. അച്ഛന് കുടിക്കാനായിട്ട് ഹരി കുറച്ച് വെള്ളം എടുത്ത് വരുന്നുണ്ട്. എന്നാ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു വെള്ളം വാങ്ങാതെ അത് നിലത്ത് വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചിട്ടുള്ളൂ എന്ന് അച്ഛൻ പറയാണ്. ആക്ച്വലി ഒരു താഴ്ന്ന ജാതിയിലുള്ള ആളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാനുള്ള മടി കൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അരിയും ഇപ്പൊ അടുക്കളയ്ക്ക് പോയി ക്യാരറ്റ് കൊണ്ട് ജ്യൂസ് അടിച്ച് സുമതിക്ക് കൊണ്ടുപോയി കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. രാവിലെ മുതൽ അവൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അവൾ അത് വേണ്ടാന്ന് പറഞ്ഞതും രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അത് കുടിക്കുന്ന ഹരി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അച്ഛൻ പറഞ്ഞതുകൊണ്ട് സുമതി ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഹരി അകത്തേക്ക് പോയതും അച്ഛനോട് സുമതി പറയാണ് പോലെ തന്നെയാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ നോക്കി ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഇപ്പൊ സുമതി നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു യോഗ ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. അതിനുള്ള ടൈമായി 11 മണിയായി. നീ പോകുന്നില്ലെന്ന് ഹരി ചോദിക്കുന്നുണ്ട്. ആ ഞാൻ പോകുന്നുണ്ട്. അച്ഛനോട് ഒന്ന് ഫ്രഷ് ആയിട്ട് വായൊന്നും പറഞ്ഞ് ബാത്റൂം എല്ലാം കാട്ടി കൊടുക്കുന്നുണ്ട്. ബാത്റൂമിൽ കിടന്ന അച്ഛനും ചുറ്റും നന്നായി ഒന്ന് നോക്കാണ്. തന്റെ മകള് അത്രയും നല്ല ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ അച്ഛന് ഉറപ്പ് വരുന്നുണ്ട്. അച്ഛൻ കുളിച്ചു വന്നതും സുമതി യോഗ ക്ലാസ്സിലേക്ക് പോകാനായി റെഡിയായി നിൽക്കാണ്. അച്ഛനോട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, ഞാനും മോളുടെ കൂടെ വരാന്ന് പറഞ്ഞ് സുമതിയുടെ കൂടെ അച്ഛനും യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇപ്പൊ കാർപോച്ചിൽ നിന്ന് കാറ് പുറത്തേക്ക് ഇറക്കുമ്പോ സുമതി വണ്ടി ഓടിക്കുന്നത് കണ്ട അച്ഛന് ആശ്ചര്യമായിരുന്നു. കാരണം ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിരുന്നേ ഇല്ല. അവളുടെ ജീവിതം ഇപ്പൊ വല്ലാതെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛന് ഇപ്പോഴും അവൾ അവന്റെ ചെറിയ മക്കളാണ്. അവൻ സൂക്ഷിച്ചോടിക്കി വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുമതിയും എനിക്ക് അറിയാം അച്ഛാ, കുഴപ്പമില്ല, ഞാൻ ഇത് ഓടിക്കാറുള്ളതാന്ന് പറയാണ്. അങ്ങനെ യോഗ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് കഥക്ക് കുറച്ചൊന്ന് തുറന്നതും സുമതി അച്ഛനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ചിരി കണ്ട അച്ഛനും എന്തോ മനസ്സിൽ സ്ട്രൈക്ക് ആയിട്ട് ഇനി ഇവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് അവൻ അവിടെ എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കാണ്. എന്നാൽ സുമതി പെട്ടെന്ന് വന്നിട്ട് അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്, ആ വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അന്ന് സുമതി അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മോള് ഇവിടെ തന്നെ നിന്നോ, നിനക്ക് ആരും വേണ്ട, ഇവിടെ നീ സുഖമായിട്ട് തന്നെയാണ് ജീവിക്കണേ, ഈ ജീവിതം തന്നെ ഇവിടെ ജീവിച്ചോ, അച്ഛൻ തിരിച്ചു പോവാന്ന് പറയാണ്. എന്നാ സുമതി വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും നീങ്ങില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമുള്ളത്, എന്നെ സ്കൂളിലേക്ക് കൈയും പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ എന്റെ കൊച്ചിനെയും അച്ഛൻ തന്നെ വേണം സ്കൂളിൽ കൊണ്ടുപോകാനും, എന്നെ കൂടുതൽ സ്നേഹിച്ച പോലെ എന്റെ കൊച്ചിനെയും നിങ്ങൾ വേണം സ്നേഹിക്കാൻ എന്നെല്ലാം പറയാണ്. അച്ഛൻ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. പിറ്റേ ദിവസം സുമതി ചായ ഇട്ട് അച്ഛനും അവളുടെ ഭർത്താവ് ഹരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഹരിയോട് താൻ വന്നത് സുമതിയുടെ വളകാപ്പ് വീട്ടിൽ വെച്ച് നടത്തണം, അതിനുള്ള അനുവാദം ചോദിക്കാനാണ്, ഞാൻ സുമതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കാണ്. എന്നാ ഹരി അതിനെനിക്ക് സമ്മതമല്ല, കാരണം ഇപ്പോഴും ഞാൻ തരുന്ന വെള്ളം പോലും കുടിക്കാനായിട്ട് മടിക്കുന്നു. ആ വയറ്റി വളരുന്നത് എന്റെ കൊച്ച, നിങ്ങ വല്ല മണ്ഡപത്തിൽ വെച്ച് ആ ഒരു
ഫംഗ്ഷൻ നടത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ്. അതിന് അച്ഛനും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സുമതിനെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഹരി വിളിച്ചിട്ട് അച്ഛനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അവൾ അച്ഛനെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ചേച്ചിനോട് അച്ഛൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അവളും ദേഷ്യത്തോടുകൂടി നീ അമ്മനോടെങ്ങാനും പോയി ചോദിക്കാൻ പറയാണ്. അനിയൻ സ്ത്രീയോട് നീ അച്ഛനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നാണ് മറുപടി പറയുന്നത്. അവർക്കെല്ലാം ഇവളോട് ഇപ്പോഴും ദേഷ്യം ഉണ്ടായിരുന്നു. അമ്മനോട് ചോദിച്ചപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മക്ക് ഇപ്പോഴും അവളോട് സ്നേഹം തന്നെ ആയിരുന്നു. അങ്ങനെ അച്ഛന്റെ കയ്യിൽ ഹരിയുടെ ഫോൺ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഹരി വരാൻ ലേറ്റ് ആവുമെന്നും ഫംഗ്ഷന് മുന്നേ എത്താമെന്നും അച്ഛനോട് പറയാണ്. അച്ഛൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ മണ്ഡപത്തേക്കുള്ള കസാരകളൊക്കെ അവരെല്ലാവരും അവിടെ കൊണ്ടുപോയി വെക്കാണ്. ഇപ്പൊ അവിടേക്ക് സുമതി മുന്നേ പറഞ്ഞ ഒരു അന്യജാതിയിലെ ആളെ സ്നേഹിച്ച ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതിന്റെ ബ്രദർ വരുന്നുണ്ട്. അവൻ വന്നിട്ട് അച്ഛനോട് പറയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാലേ, എന്റെ പെങ്ങളൊരാളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ പുകില അവിടെ വന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഫംഗ്ഷൻ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അത് കേട്ട അച്ഛനും നിന്റെ സമ്മതം ആരാ ചോദിച്ചേ, ഞാൻ അവിടെ വന്ന് തീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ അവിടെ വന്നേ, നിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടില്ല, നീ പോകാൻ പറഞ്ഞ അയക്കാണ്. ഇപ്പൊ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന സുമതിയുടെ ചിറ്റപ്പനും അവരെ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞയക്കുന്നുണ്ട്. ഇപ്പൊ ഈ സുമതിയുടെ ബേബി ഷവർ നടത്തുന്നതിൽ അവളുടെ ചേച്ചിക്ക് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കാരണം ചേച്ചി പ്രഗ്നന്റ് ആയപ്പോ ഇത്രയും വലിയ ഫംഗ്ഷൻ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇവൾക്ക് മാത്രം എന്താണ് ഇത്രയും വലിയ മുൻഗണന? ഒളിച്ചോടി പോയവരൊക്കെ തിരിച്ചു വന്നപ്പോ ഇപ്പൊ പഴയ മക്കൾ എപ്പോഴും പഴയ തന്നെ അയക്കാം, അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഇവളോട് തന്നെയായിരുന്നല്ലോ ഇഷ്ടം കൂടുതലെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവാണ്. അനിയൻ സ്ത്രീയും അവളോട് നല്ല രീതിയിലൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഇവള് ഒളിച്ചോടി പോയ ആ ഒരു അവസരം ഹരിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവനോട് ഓരോ ചോദ്യം ചോദിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ പഠിപ്പ് വരെ നിർത്തി വെക്കേണ്ട വന്നു. ആ ഒരു ദേഷ്യം സ്ത്രീക്ക് സുമതിനോട് ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ അനിയത്തി മാത്രം അവളോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പൊ സ്ത്രീയോട് സുമതി എന്റെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കുമ്പോൾ അവനും നീ എങ്ങനെ വേണമെങ്കിൽ പോയി എടുക്കുക എന്ന് പറയാണ്. ഇത് കേട്ട അമ്മ അവന് ചീത്ത പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞത് കേട്ടില്ല, ആ ഫോൺ എടുത്ത് കൊടുക്ക് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയും ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോണില് അനിയത്തി ചോദിച്ചുകൊണ്ട് തന്നെ അവളുടെ വീടിന്റെ ഫോട്ടോസ് ഒക്കെ കാട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയം അനിയത്തിയും ഞാനും എന്നാണ് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടൊക്കെ ജീവിക്കുക, ചേച്ചിക്ക് അവിടെ നല്ല സുഖം അല്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. സുമതി അപ്പോ നീയും നന്നായി പഠിച്ചാ നിനക്കും ഇതുപോലെ തന്നെ ജീവിക്കാന്ന് പറയാണ്. പക്ഷെ ഇവൾ ഒളിച്ചോടിയ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇവൾ ഒളിച്ചോടിയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഈ അനിയത്തിയുടെ പഠിപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആരും ഇനി പഠിക്കണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇപ്പൊ അന്ന് രാത്രി എല്ലാവരും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം സ്ത്രീയെയും സുമതി അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന് സ്ത്രീയോട് ചേച്ചി ചോദിക്കുമ്പോ എനിക്ക് ഫസ്റ്റ് വന്ന ടൈമിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ചേച്ചി ആദ്യം തന്നെ എന്നെ കുറിച്ച് ചോദിക്കുന്ന വെച്ചാൽ അതൊന്നും ചോദിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. രാവിലെ ഞാൻ പറഞ്ഞൊന്നും വിഷമായിട്ട് എടുക്കല്ലേ, അതൊക്കെ മറന്നേക്കെന്ന് പറഞ്ഞ ഒരു സന്തോഷത്തോടുകൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനോട് ഫുഡ് വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയാണ്. പക്ഷെ സുമതി പറഞ്ഞുകൊണ്ട് അച്ഛനും അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്. സുമതി ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ തെരുപ്പി പോയോണ്ട് തന്നെ അച്ഛൻ വെള്ളം എടുക്കാനായിട്ട് അവൻ കൊണ്ടുവന്ന ഒരു പൊതി കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് സുമതിക്ക് കൊടുക്കാണ്. സുമതി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൊന്ത തിരിച്ചു വാങ്ങിയതിന് ശേഷം അച്ഛൻ അതിലുണ്ടായിരുന്ന ബാക്കി വെള്ളം കളയാണ്. അവിടെയുള്ള ബാക്കി എല്ലാവരോടും അച്ഛൻ പറയാണ് മണ്ഡപത്തിലേക്ക് പോകണം, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ബന്ധക്കാരൊക്കെ അവിടെയാണ് വന്നേക്കുന്നതുള്ളത്. അതുകൊണ്ട് അച്ഛനും അമ്മയും സുമതി ഒഴിച്ച് ബാക്കി എല്ലാവരും മണ്ഡപത്തേക്ക് പോവാണ്. ഇപ്പൊ സുമതിയും കിടക്കാനായിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അമ്മ AC ഓൺ ആക്കിക്കോളാൻ പറയുമ്പോ സുമതി വേണ്ട ഞാൻ ഫാൻ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. അമ്മ അച്ഛന്റെ അടുത്ത് വന്നിരുന്നതിന് ശേഷം ഇപ്പൊ നമുക്കൊരു സമാധാനം ഉണ്ടല്ലേ, മകള് തിരിച്ചു വന്നില്ല. ഇത്ര നാളും ഈ 2 വർഷം ഒരു ഫംഗ്ഷനും പോകാൻ പറ്റാതെ നാണക്കേടായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു, ഇനി അതൊക്കെ മാറില്ലേന്ന് ചോദിക്കുമ്പോ അച്ഛൻ അതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കഥക് തുറന്ന് സുമതി പുറത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറയാണ്. ബാത്റൂമിൽ പോയി അവൾ ഛർദ്ദിച്ച് തിരിച്ചു വരുന്നുണ്ട്. ഈ പ്രഗ്നന്റ് ആയാലുള്ള ബുദ്ധിമുട്ടാണെന്നാണ് അമ്മയും സുമതിയും വിചാരിക്കുന്നത്. അങ്ങനെ വീണ്ടും സുമതി പോയി കിടക്കുന്നുണ്ടെങ്കിൽ അവളുടെ റൂമിൽ നിന്ന് ഭയങ്കര മുരൾച്ച കേൾക്കാൻ അവൾ അവളുടെ അമ്മയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അമ്മ പോയി നോക്കുമ്പോൾ ശ്വാസം പോലും വിടാൻ പറ്റാതെ സുമതി ഭയങ്കരമായിട്ട് പ്രയാസപ്പെടാണ്. ഇതുപോലൊരു വേദന ഇതിനു മുന്നേ വന്നിട്ടില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് സുമതി പറയുന്നുണ്ട്. അമ്മയോ അപ്പൊ അച്ഛനോട് വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോ അച്ഛൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് കിടന്നാൽ ശരിയാവും, അവൾ കിടന്നോട്ടെ നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിൽ ഹരി അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അച്ഛൻ വേഗം തന്നെ ആ ഫോൺ വാങ്ങി മാറ്റി വെക്കാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ആ കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ അച്ഛൻ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ സുമതിക്ക് വയ്യാതെ ആവുന്നത്. പെട്ടെന്ന് സുമതി ചോര ഛർദ്ദിക്കുന്നുണ്ട്. ഇത് കണ്ട അമ്മ ഭയങ്കര വെപ്രാളത്തില് ഇനി ഒന്നും നോക്കാനില്ല, വേഗം വിളിക്ക്, വേഗം നമുക്ക് ആശുപത്രി പോവാന്ന് പറയാണ്. ഇത് കേട്ട അച്ഛനും ആ പോവാ ഞാൻ ഒരു കോള് ചെയ്യട്ടെ എന്ന് നിസ്സാരമായിട്ട്
പറയുന്നത് കണ്ട അമ്മയും ഞാൻ പോയി വിളിച്ചോണ്ട് തന്നെ പുറത്തേക്ക് ഓടാനായിട്ട് നോക്കുമ്പോൾ അച്ഛനാന്ന് വെച്ചാൽ അമ്മനെ പിടിച്ച് വലിച്ച് മക്കളെ മര്യാദക്കും വളർത്താനും അറിയൂല, ഇപ്പൊ ഞാൻ അവളെ കൊല്ലേണ്ട വന്നില്ലേ, നീ കാരണം ഇതൊക്കെയെന്നും പറഞ്ഞ് അമ്മയെ കൊണ്ട് റൂമിൽ കൊണ്ടുപോയി കൂട്ടിയിടാണ്. അപ്പോഴാണ് സുമതിക്ക് തന്റെ അച്ഛൻ ഒരു ദുഷ്ടനാണ്, അവനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവൾ അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നോക്കുന്നുണ്ട്. അച്ഛൻ അവളൊരു ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവളെ വലിച്ചരച്ച് ഒരു റൂമിൽ കൊണ്ടുപോയി കൂട്ടിയിടാണ്. സുമതിയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യല അച്ഛാ, ഞാൻ ഇനി നിങ്ങളുടെ കൺമുന്നിൽ വരെ വരില്ല, ഞാൻ എവിടെയെങ്കിലും പോയി മാറി ജീവിച്ചോളാം എന്നെല്ലാം പറയാണ്. പക്ഷെ അച്ഛൻ ആ സമയം ഒരു താഴ്ന്ന ജാതിയിലെ കൊച്ച് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അവൾ ഉപേക്ഷിച്ചു പോയി, നിന്റെ അനിയത്തിക്ക് ഇനി ഒരു നല്ല ബന്ധം വരോ എന്നെല്ലാം ചോദിക്കുകയാണ്. സുമതിയും അവരുടെ കാര്യത്തിൽ ഒന്നും അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ചെക്കനെ നോക്കി അവളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടോണ്ടെന്നെല്ലാം പറയാം. എന്നാൽ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ നിന്നെ ഇനി എന്തായാലും വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാണ്. സുമതി അപ്പൊ കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടം എന്നോടല്ലേ, പിന്നെ എന്നോട് എന്തിനാ ഇത്രയും വലിയ പാപം ചെയ്യുന്നത്, ഇത്രയും വേദന എനിക്ക് എന്തിനാ തരുന്നേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അച്ഛൻ മറുപടി പറയാണ്, ഇത്രയും വേദന ഉണ്ടാവുമെന്ന് എനിക്ക് അറിയൂലായിരുന്നു, നിന്റെ ചിറ്റപ്പം പറഞ്ഞത് വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കാര്യം തീരുന്നു, പക്ഷെ നീ ഇങ്ങനെ അനുഭവിക്കുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. സുമതി ഇപ്പൊ ആകെ വയ്യാതെ എന്തോ ഒക്കെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്, അവളുടെ വായന്ന് ചോര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സുമതിക്ക് ബാത്റൂമിൽ പോകണമെന്ന് അച്ഛനോട് പറയാണ്. എന്തായാലും ഞാൻ അച്ഛൻ വിചാരിച്ച പോലെ തന്നെ മരിച്ചു പൊക്കോളാം, ഞാൻ ഓടിയൊന്നും പോകില്ല, പക്ഷെ മരിക്കുന്ന ആ ഒരു സമയത്തെങ്കിലും വൃത്തികേടായി മരിക്കാതെ എനിക്ക് ഇരിക്കണം, പ്ലീസ് എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറയാണ്. എന്നാ അച്ഛൻ അത് കേൾക്കാത്ത പോലെ നിൽക്കാണ്. സുമതി അവിടെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവൾ അവിടെ കിടന്ന് കരയാണ്. ഇപ്പൊ വയറ്റിലെ കുഞ്ഞിന്റെ എനക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സുമതി സൈലന്റ് ആവാണ്. അച്ഛനും അവൾ അവിടെ തന്നെ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ജനലിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ അച്ഛന്റെ ഷർട്ടിൽ കയറി പിടിച്ച സുമതി, നിങ്ങൾ എങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കും, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ്. അങ്ങനെ സുമതി അവിടെ കിടന്ന് നരകിച്ച് മരിക്കുകയാണ്. സുമതി മരിച്ചു എന്ന് പറഞ്ഞ അച്ഛനും പുറത്ത് കാവലിനായിട്ട് ഇരിക്കുന്ന ചിറ്റപ്പനോട് പൊയ്ക്കോളാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് തന്റെ മകൾ മരിച്ചു പോയതിന്റെ സങ്കടത്തില് കരയാണ് ആ ഒരു അച്ഛൻ. മകള് മരിച്ചാലും ശരി തന്റെ അഭിമാനമാണ് വലുതെന്ന് വെച്ചിട്ടാണ് ആ ഒരു അച്ഛൻ ഇത്രയും വലിയ ക്രൂരത ചെയ്തത്. പിറ്റേ ദിവസം ഹരി അവിടേക്ക് വരുന്നുണ്ട്. സുമതിയുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് ഹരിക്ക് മനസ്സിലാവാണ് അവളുടെ അച്ഛൻ തന്നെയാണ് എന്തോ ചെയ്തതെന്ന്. അതുകൊണ്ട് വന്ന പാടെ ഹരി അച്ഛനെ അടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട്. മകളെ കൊന്നത് ആ ഒരു അച്ഛനാണെന്ന് അവളുടെ അമ്മ തന്നെ സാക്ഷി പറയുന്നുണ്ട്. പക്ഷെ കോടതിയിൽ മതിയായ തെളിവുകൾ ഇല്ലെന്നും മകളുടെ മരണം കണ്ട അമ്മക്ക് മാനസിക നില തെറ്റിയതാണെന്നും പറഞ്ഞ് ആ ഒരു അച്ഛനെ കോടതി വെറുതെ വിടാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ശരിക്കും ഇതില് സായി പല്ലവിയുടെ ആക്ടിങ് പീക്ക് ലെവലായിരുന്നു. ഇതിന്റെ അവസാനം കരയാതെ ആരും പോവില്ല. മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന മകളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് കൊന്നു കളഞ്ഞ അച്ഛൻ. ശരിക്കും ആ ഒരു അച്ഛൻ അന്ന് യോഗ ക്ലാസ്സിൽ വെച്ച് തിരിച്ചു പോയത് തന്റെ മകൾ സന്തോഷമായി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവളുടെ വിധി അവൾക്ക് അച്ഛനെ തിരിച്ചു വിളിക്കാൻ തോന്നിയത്. എന്തായാലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ.